നമസ്കാരം. മീഡിയ ഭാരതിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാകുംഭമേളയുടെ കാണാപ്പുറങ്ങൾ തേടി ഞങ്ങളും ഒരു യാത്ര നടത്തുകയുണ്ടായി. അതിലെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നു. മഹാകുംഭമേള ഭാരതത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മികോത്സവങ്ങളിൽ ഒന്നാണ്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേള ഹിന്ദുമതത്തിലെ പ്രധാനമായ ധാർമ്മിക സംഗമമാണ്. വിശുദ്ധ നദികളിൽ സ്നാനം ചെയ്ത് പാപമോചനത്തിനുള്ള അവസരമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും അമൃത് ലഭിക്കുന്നതിനായി പാലാഴി കടഞ്ഞു. ലക്ഷ്മി ദേവി, ഐരാവതം, അപ്സരസ്, കൽപ്പകവൃക്ഷം, കാമധേനു പശു തുടങ്ങിയ പല അമൂല്യ വസ്തുക്കളും ഇതിൽ നിന്നും ലഭിച്ചു. അവസാനം അമൃത് നിറച്ച പാത്രവുമായി ധന്വന്തരി പ്രത്യക്ഷപ്പെട്ടു. അമൃത കലശം പുറത്തു വന്നയുടൻ അത് ലഭിക്കാനായി ദേവന്മാരും അസുരന്മാരും തമ്മിൽ വലിയൊരു യുദ്ധം തന്നെ ആരംഭിച്ചു. ഈ യുദ്ധം 12 ദിവസങ്ങളിൽ തുടർച്ചയായി നീണ്ടുനിന്നു. ഈ യുദ്ധത്തിൽ ഭൂമിയിലെ 4 സ്ഥലങ്ങളിൽ പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിനി, നാസിക് ഇവിടങ്ങളിൽ ഈ കലത്തിൽ നിന്നും ഏതാനും തുള്ളി അമൃത് വീണു എന്നതാണ് വിശ്വാസം. ഭൂമിയിൽ അമൃത് തുള്ളികൾ വീണ അതേ 4 സ്ഥലങ്ങളിൽ തന്നെയാണ് ഓരോ 12 വർഷം കൂടുന്തോറും കുംഭമേള നടക്കുന്നത്. ഈ 4 നഗരങ്ങളിൽ അമൃത ബിന്ദുക്കൾ വീണതിനാൽ ഇവ വിശുദ്ധ സ്ഥലങ്ങളായി കണക്കാക്കപ്പെടുന്നു.
ഓരോ 12 വർഷത്തിലൊരിക്കലാണ് ഇവിടങ്ങളിൽ കുംഭമേള നടന്നു വരുന്നത്. കുംഭമേളയുടെ രേഖാമൂല്യത്തിലുള്ള ആദ്യ സൂചന 7-8 നൂറ്റാണ്ടുകളിൽ ചൈനീസ് യാത്രികനായ ഹുവൈൻസാങ്ങിന്റെ രേഖകളിൽ കാണാം. അതിനുശേഷം വിവിധ രാജവംശങ്ങളിൽ ഈ ഉത്സവത്തെ ശക്തമായി പിന്തുണച്ചു. അതിനാൽ തന്നെ ഇത് കേവലം ഒരു മതപരമായ ചടങ്ങായി മാത്രമല്ല, ഒരു സാമൂഹിക സാംസ്കാരിക കൂടിച്ചേരലായും പരിണമിച്ചു. കുംഭമേള ഒരിക്കലും ഒരു സാധാരണ ഉത്സവമല്ല. ഇത് ഭക്തരുടെ ആത്മീയ ഉണർത്തലിന്റെ കേന്ദ്രമായി മാറുന്ന മഹോത്സവം കൂടിയാണ്. പ്രധാനമായും ഇതിൽ 3 ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു. 1. പുണ്യസ്നാനം. കുംഭമേളയുടെ ഏറ്റവും പ്രധാനമായ ആചാരമാണ് വിശുദ്ധ നദികളിലെ പുണ്യസ്നാനം. ഈ ദിവസം നദിയിൽ മുങ്ങിയാൽ എല്ലാ പാപങ്ങളും ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 2. ആത്മീയ പ്രഭാഷണങ്ങൾ. പ്രശസ്ത സന്യാസിമാരും ഗുരുക്കന്മാരും ഭക്തർക്ക് ഉപദേശം നൽകുന്ന ധ്യാന സംഗമമാണിത്. 3. നഗ്ന സന്യാസിമാരുടെ, അതായത് നാഗസന്യാസിമാരുടെ ശോഭയാത്ര. കുംഭമേളയുടെ ഏറ്റവും ആകർഷകമായ ദൃശ്യങ്ങളിലൊന്നാണ് നഗ്ന സന്യാസിമാരുടെ പ്രദക്ഷിണം. ഏകദേശം 15 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന സംഗമ തീരത്ത് കോടിക്കണക്കിന് ഭക്തർ മുങ്ങിക്കുളിക്കുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണിത്. ദൈവീകമായൊരു കാഴ്ച. നമ്മുടെ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പ്രയാഗ്രാജ്. തീർത്ഥാടന കേന്ദ്രങ്ങളുടെ രാജാവ് എന്ന ബഹുമതിയോടെ തീർത്ഥരാജ് എന്നും ഇതറിയപ്പെടുന്നു. ഹിന്ദുമത വിശ്വാസപ്രകാരം 12 വർഷത്തിലൊരിക്കൽ നടന്നുവരുന്ന കുംഭമേളയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതേസമയം 144 വർഷത്തിലൊരിക്കൽ നടന്നുവരുന്ന ഉത്സവമാണ് മഹാകുംഭമേള. ഇത്തവണ ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയാണ് ആഘോഷിക്കുന്നത്. കോടിക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഈ ഉത്സവത്തിൽ ലക്ഷക്കണക്കിന് സന്യാസിമാരും ഋഷിമാരും ഉൾപ്പെടെ സംഗമത്തിൽ പങ്കുചേരും. ഏകദേശം 15 കിലോമീറ്ററാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ത്രിവേണി സംഗമ തീരത്ത് ഈ സമയത്ത് തീർത്ഥസ്നാനം ചെയ്യുന്ന ആളുകൾക്കൊപ്പം രൂപം മാറി ദേവന്മാരും ഇതിൽ പങ്കെടുക്കാറുണ്ട്. ഇതാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു വിശ്വാസം. മഹാകുംഭമേളയിൽ ത്രിവേണി സംഗമ സ്ഥാനത്ത് മുങ്ങിക്കുളിക്കുന്നതിന്റെ പ്രാധാന്യം നിരവധി മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മഹാകുംഭമേളയുടെ ചരിത്ര സാക്ഷികളാവാൻ രാജ്യത്ത് നിന്നും വിദേശത്ത് നിന്നുമുള്ള നിരവധി ആളുകളാണ് ഇവിടെ എത്തിപ്പെടുന്നത്. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ അന്വർത്ഥമാക്കുന്ന ഒരിടം കൂടിയാണിത്. മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും പാരമ്പര്യവുമാണ് ഇതിനെ വേറിട്ട അനുഭവമാക്കി മാറ്റുന്നത്. കുംഭമേളയുടെ ചരിത്രത്തെപ്പറ്റി മറ്റു ചില വിവരങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഏറെ വർഷം പഴക്കമുള്ളതാണ് കുംഭമേളയുടെ പാരമ്പര്യമെങ്കിലും ആദി ശങ്കരാചാര്യരാണ് കുംഭമേളയ്ക്ക് ഒരു വ്യവസ്ഥാപിത രൂപം നൽകിയതെന്നാണ് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നത്. 4 തീർത്ഥസ്ഥലങ്ങളിൽ 4 പീഠങ്ങൾ സ്ഥാപിച്ചതുൾപ്പെടെ കുംഭമേളയിൽ സന്യാസിമാരുടെ പങ്കാളിത്തം ഉൾപ്പെടെ അദ്ദേഹം ഉറപ്പുവരുത്തി. ഇന്നും കുംഭമേളയിൽ ശങ്കരാചാര്യ മഠവുമായി ബന്ധപ്പെട്ട സന്യാസിമാരും ശിഷ്യരും പങ്കെടുത്തു വരുന്നു. 12 വർഷത്തിലൊരിക്കൽ നടന്നു വരാറുള്ളത് കുംഭമേള എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു വരുന്നത്. എന്നാൽ 144 വർഷത്തിലൊരിക്കൽ നടക്കുന്നത് മഹാകുംഭമേളയാണ്. കുംഭമേളയെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ പലതാണ്. കുംഭം എന്ന സംസ്കൃത വാക്കിനർത്ഥം കുടം അല്ലെങ്കിൽ പാത്രം എന്നാണ്. എക്കാലത്തും ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ദേവാസുരന്മാർ അമരത്വം നേടാനുള്ള മോഹവുമായി ഒത്തുചേർന്നു. മരണത്തെ ജയിക്കാനുള്ള അമൃത് നേടുന്നതിനായി പാലാഴി കടഞ്ഞു. ഒടുവിൽ ലഭിച്ച അമൃതകുംഭം കൈക്കലാക്കാനായി തർക്കമായി. ഇതിനിടെ അമൃത് അസുരന്മാർക്ക് ലഭിക്കാതിരിക്കാൻ
ഇന്ദ്രന്റെ മകൻ ജയന്ത് അതുണ്ടായിരുന്ന കലവുമായി ഓടി എന്നതാണ് ഒരു കഥ. ഇതോടെ സൂര്യന്റെ മകൻ ശനിയും ബൃഹസ്പതിയും ചന്ദ്രനും ജയന്തന്റെ പിന്നാലെ ഓടി. ജയന്ത് 12 ദിവസം ഓടിയെന്നും അപ്പോൾ ഹരിദ്വാർ, പ്രയാഗ്രാജ്, ഉജ്ജയിനി, നാസിക്, ത്രയംബകേശ്വർ എന്നീ സ്ഥലങ്ങളിൽ അമൃത് ഒഴുകിയെന്നുമാണ് വിശ്വാസം. ദേവന്മാരുടെ ഒരു ദിവസം എന്നത് മനുഷ്യരുടെ ഒരു വർഷമാണ്. അങ്ങനെ സൂര്യൻ, ചന്ദ്രൻ, വ്യാഴം എന്നിവയുടെ ആപേക്ഷിക സ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കി ഓരോ 12 വർഷങ്ങളിലും ഈ സ്ഥലങ്ങളിൽ കുംഭമേള ആഘോഷിക്കുന്നു എന്നതാണ് ഒരൈതിഹ്യം. വിശ്വസിക്കുന്ന 4 സ്ഥലങ്ങളും നദികളുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഹരിദ്വാറിൽ ഗംഗയും, പ്രയാഗ്രാജിൽ ഗംഗ, യമുന, പുരാണ, സരസ്വതി എന്നിവയുടെ സംഗമസ്ഥാനവും, ഉജ്ജയിനിയിൽ ക്ഷിപ്രയും, നാസിക്, ത്രയംബകേശ്വരയിൽ ഗോദാവരിയുമാണ്. ഈ നദികളിൽ മുങ്ങിക്കുളിച്ചാൽ ജന്മജന്മാന്തരങ്ങളായി ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളിൽ നിന്നും മോചനം നേടി മോക്ഷം പ്രാപിക്കാനാകും എന്നതാണ് വിശ്വാസം. അമൃതിനു വേണ്ടിയുള്ള യുദ്ധത്തിൽ അസുരന്മാരെ ദേവന്മാർ തോൽപ്പിച്ചു. 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനു ശേഷം ഗരുഡൻ അമൃതകുംഭത്തെ മഹാമേരു പർവ്വതത്തിന്റെ അടിയിൽ കുഴിച്ചിട്ടു. ഇങ്ങനെയുമുണ്ട് മറ്റൊരു വിശ്വാസം. അമൃത് എന്നതിന് ജ്ഞാനമെന്നും അർത്ഥമുണ്ട്. അമൃതിന്റെ മർദ്ദത്തിന്റെ ഫലമായി ഓരോ 12 വർഷം കൂടുന്തോറും അതിന്റെ ഒരു അംശം ഭൗമാന്തർഭാഗത്തുകൂടി ഈ 4 പുണ്യസങ്കേതങ്ങളിലെ നദീജലങ്ങളിൽ കലരുന്നു എന്നതാണ് വിശ്വാസം. ഇതുപോലെ അമൃതിനായി ദേവന്മാരും അസുരന്മാരും 12 ദിവസം യുദ്ധം നടത്തിയെന്നും അതിനിടെ കുംഭത്തിൽ നിന്നും 4 തുള്ളികൾ ഭൂമിയിൽ പതിച്ചുവെന്നും മറ്റൊരു ഐതിഹ്യമുണ്ട്. എന്തായാലും നദികളിൽ മുങ്ങിക്കുളിച്ച് മോക്ഷം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് മിക്കവരും ഇവിടെ എത്തുന്നത്. തിരക്കുള്ള ജീവിതത്തിൽ നിന്നും ഇടവേളയെടുത്ത് ആത്മീയ പാതയിൽ ഇത്തിരി കാലം ജീവിക്കുക എന്ന ലക്ഷ്യത്തിലെത്തുന്നവരുമുണ്ട്. ലോകമെമ്പാടുമുള്ള സന്യാസി ശ്രേഷ്ഠർ മുതൽ ഗവേഷകർ വരെ കുംഭമേളയുടെ ഭാഗമാണ്. വിവിധ തരത്തിലുള്ള സംഭാവനകൾ ഇവിടെ നൽകുന്നവരുമുണ്ട്. കുംഭം നിറയെ നെയ്യോ മറ്റോ ദാനം ചെയ്യുന്നത് പുണ്യം നൽകുന്ന ഒന്നാണ് എന്നാണ് ഭക്തരുടെ വിശ്വാസം. നിരവധി ആളുകൾ എത്തുന്നതിനാൽ പ്രാദേശിക ജനതയുടെ വിപണിക്കും പുത്തുണർവ് നൽകുന്നതാണ് കുംഭമേള. കുംഭമേള നടക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ആളുകൾ ഇവിടേക്കെത്തും. ഭാരതത്തിലെ വിദൂര ഗ്രാമങ്ങളിൽ നിന്നും ചെറുപട്ടണങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും കോടിക്കണക്കായ മനുഷ്യർ, ഹിമാലയത്തിൽ നിന്നും ഏകാന്ത താപസർ, സന്യാസ സംഘങ്ങളായ അഘാടകരുടെ ഘോഷയാത്രകൾ, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും കുംഭമേളയുടെ രഹസ്യം തേടി വിദേശ സഞ്ചാരികൾ തുടങ്ങി ഗംഗാതീരത്ത് ആ ദിനങ്ങളിൽ വൈവിധ്യങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നടക്കും. ഉയരുന്ന നാമസങ്കീർത്തനങ്ങളിൽ ഹിന്ദിയും സംസ്കൃതവും ബംഗാളിയും ഗുജറാത്തിയും മറാത്തയും തെലുങ്കും കന്നഡയും ഉൾപ്പെടെ എല്ലാ ഭാഷകളുമുണ്ട്. രാജ്യത്തെ വിവിധ പ്രദേശങ്ങളുടെ പ്രാതിനിധ്യമുള്ള മറ്റൊരു മനുഷ്യ സംഗമവും കുംഭമേളയല്ലാതെ മറ്റൊന്നുമില്ല. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട കാഴ്ചകളും വിശേഷങ്ങളുമാണ്. ഇനി നമ്മൾ പോകുന്നത് മനുഷ്യനിർമ്മിത നഗരമായ വാരണാസിയിലേക്കാണ്. നാം ഏറെ കാണാനായി കൊതിച്ചു നിൽക്കുന്ന വാരണാസി യാത്രയ്ക്കായി, വാരണാസിയിലെ അത്ഭുത കാഴ്ചകൾക്കായി അടുത്ത ഒരു ഭാഗം വരെ നമുക്ക് കാത്തിരിക്കാം.